ഓരോ മാസവും എല്ലാ മൊബൈൽ കമ്പനികളും അവരുടെ ഏതെങ്കിലും ഒരു പുതിയ മോഡൽ വിപണിയിൽ എത്തിക്കാറുണ്ട്. അത്തരത്തിൽ ഏപ്രിൽ മാസത്തിലും കമ്പനികൾ ഇന്ത്യയിൽ സ്മാർട്ട് ഫോൺ വിൽപ്പന രംഗത്ത് മത്സരം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ്. മോട്ടോറോള, OnePlus, IQ, സാംസങ് തുടങ്ങി നിരവധി കമ്പനികളാണ് ഈ മാസം സ്മാർട്ട് ഫോണുകളുമായി വിപണിയിൽ എത്താൻ പോകുന്നത്. മോട്ടോറോളയുടെ ഏറ്റവും പുതിയ ഫോണായ എഡ്ജ് 16 ഫ്യൂഷൻ ആണ് ഏപ്രിലിൽ കമ്പനി വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത്. 8GB റാമും 256GB സ്റ്റോറേജോടും കൂടിയെത്തുന്ന ഫോണിന് 4500 നിറ്റ്സ് വരെ പീക്ക് ബ്രൈറ്റ്നസ്, 120Hz റിഫ്രഷ് റേറ്റ്, ഗൊറില്ല ഗ്ലാസ് 7i ഷീൽഡ്, IP68+ IP69 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് റേറ്റിംഗ്, 6.7 ഇഞ്ച് 1.5K ക്വാഡ് കർവ്ഡ് അമോൾഡ് ഡിസ്പ്ലേയുമാണ് കമ്പനി നൽകിയിരിക്കുന്നത്. പ്രമുഖ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ പോക്കോ ഏപ്രിലിൽ പുറത്തു കൊണ്ടുവരുന്നത് അവരുടെ ഏറ്റവും പുതിയ മോഡലായ C71 ആണ്. പോക്കോ ഏപ്രിലിൽ പുറത്തു കൊണ്ടുവരുന്നത് അവരുടെ ഏറ്റവും പുതിയ മോഡലായ C71 ആണ്. 120Hz റിഫ്രഷ് റേറ്റും സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറുമുള്ള 6.88 ഇഞ്ച് ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത. MediaTek G36 ഒക്ടാ-കോർ പ്രോസസർ, ആൻഡ്രോയിഡ് 15 അധിഷ്ഠിത ഹൈപ്പർ OS 2, 6GB റാം, 128GB സ്റ്റോറേജ്, LED ഫ്ലാഷോട് കൂടിയ 32MP ഡ്യുവൽ ക്യാമറ, സെൽഫികൾക്കും വീഡിയോ കോളിംഗിനുമായി 8MP ഫ്രണ്ട് ക്യാമറ, 15W ചാർജുള്ള 5200 mAh ബാറ്ററി എന്നിവയും ഇതിലുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. വിവോ സബ് ബ്രാൻഡായ IQ 2 ഫോണുകളാണ് ഈ മാസം വിപണിയിൽ എത്തിക്കുന്നത്. IQ Z10 ഉം IQ Z10X ഉം. ദിവസങ്ങൾക്ക് മുൻപാണ് കമ്പനി Z10ന്റെ ലോഞ്ചുമായി ബന്ധപ്പെട്ട് വിശദാംശങ്ങൾ പുറത്തുവിട്ടത്. ഇതിനു പിന്നാലെയാണ് Z10നൊപ്പം Z10X ഉം അവതരിപ്പിക്കുമെന്ന് കമ്പനി അറിയിച്ചിരിക്കുന്നത്. ഏപ്രിൽ 11-നാണ് ഇരു സ്മാർട്ട് ഫോണുകളും ഇന്ത്യയിൽ അവതരിപ്പിക്കുക. വാനില Z10ന്റെ ഒരു പുതുക്കിയ പതിപ്പാണ് Z10X. Z10ന്റെ 7300 mAh യൂണിറ്റിനെ അപേക്ഷിച്ച് 6500 mAh ബാറ്ററിയുമായാണ് Z10X വരിക. Z10ൽ നിന്ന് വ്യത്യസ്തമായി Z10Xൽ ചതുരാകൃതിയിലാണ് ക്യാമറ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ കർവ്ഡ് ബാക്ക് പാനൽ ഡിസൈൻ നിലനിർത്താനും സാധ്യതയുണ്ട്. 12Hz ഡിസ്പ്ലേ, 44W അതിവേഗ ചാർജിംഗ് സംവിധാനം അടക്കം നിരവധി ഫീച്ചറുകളും ഫോണിലുണ്ട്. വിവോ തങ്ങളുടെ T4 സീരീസ് ആണ് ഈ മാസം അവതരിപ്പിക്കുന്നത്. 120Hz റിഫ്രഷ് റേറ്റുള്ള 6.67 ഇഞ്ച് ഫുൾ HD+ അമോൾഡ് ഡിസ്പ്ലേ, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ, ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 7S Gen 3 ഒക്ടാ-കോർ പ്രോസസർ, LED ഫ്ലാഷുള്ള 50MP+2MP ഡ്യുവൽ ക്യാമറ മൊഡ്യൂൾ, 32MP ഫ്രണ്ട് ക്യാമറ, 90W ഫാസ്റ്റ് ചാർജിംഗ് ശേഷിയുള്ള 7300 mAh ബാറ്ററി എന്നിവയുമായാണ് വിവോ T4 സീരീസ് ഫോണുകൾ വരുന്നത്. ഇതുകൂടാതെ വിവോ അവരുടെ പുതുതലമുറ V സീരീസിൽ പുതിയ മോഡൽ ഉടൻ പുറത്തിറക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഫെബ്രുവരിയിലാണ് ചില പുതിയ ക്യാമറ അപ്ഗ്രേഡുകളോടെ കമ്പനി വിവോ V50 പ്രഖ്യാപിച്ചത്. ഇപ്പോൾ വരും ദിവസങ്ങളിൽ തന്നെ മറ്റൊരു V50 സീരീസ് മോഡൽ പുറത്തിറങ്ങുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കമ്പനി. വിവോ V50e എന്ന പേരിലാണ് ഈ പുതിയ ഫോൺ പുറത്തിറക്കാൻ പോകുന്നത്. ഏപ്രിൽ 10-ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ അവതരിപ്പിക്കുമെന്നാണ് കമ്പനിയുടെ പ്രഖ്യാപനം. 120Hz റിഫ്രഷ് റേറ്റുള്ള ക്വാഡ് കർവ്ഡ് അമോൾഡ് ഡിസ്പ്ലേ ആണ് ഈ സ്മാർട്ട് ഫോണിന്റെ സവിശേഷത. IP68, 69, പൊടി, വെള്ളം എന്നിവയെ പ്രതിരോധിക്കുന്ന റേറ്റിംഗുകളോടെയാണ് ഫോൺ വിപണിയിലെത്തുക. രാത്രി ഫോട്ടോഗ്രാഫിയും പോർട്രേറ്റുകളും മെച്ചപ്പെടുത്തുന്നതിനായി വൃത്താകൃതിയിലുള്ള ഓറ ലൈറ്റും കമ്പനി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വർഷം ആദ്യമാണ് സാംസങ് ഗാലക്സി S25 സീരീസ് പുറത്തിറക്കിയത്. സ്റ്റാൻഡേർഡ് ഗാലക്സി S25, ടോപ്പ് എൻഡ് ഗാലക്സി S25+, ഫ്ലാഗ്ഷിപ്പ് ഗാലക്സി S25 അൾട്ര എന്നീ 3 വേരിയന്റുകളാണ് പുറത്തിറക്കിയത്. എന്നാൽ 4ാമത്തെ വേരിയന്റ് ഗാലക്സി S25 എഡ്ജ് ഇതുവരെ സ്റ്റോറുകളിൽ എത്തിയിട്ടില്ല. ഈ മാസം അവസാനം ഗാലക്സി S25 എഡ്ജ് പുറത്തിറങ്ങുമെന്നും അഭ്യൂഹങ്ങളുണ്ട്. 5.84mm കനമുള്ള സൂപ്പർ സ്ലിം ബോഡി ആയിരിക്കും ഇതിനുണ്ടാകുക എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഡിസൈൻ പരിമിതി കാരണം 3900 mAh ബാറ്ററി ആയിരിക്കും ഇതിൽ ക്രമീകരിക്കുക. ഒരു ദിവസം മുഴുവൻ ബാറ്ററി ലൈഫ് നൽകാൻ ശേഷിയുള്ള ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 8 ലൈറ്റ് ചിപ്സെറ്റും ഇതിലുണ്ടാകും.